ഈ മനോഹരമായ രാവിലെ സമയത്ത് നമുക്ക് ആരാധനയ്ക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് അല്പസമയം മുമ്പാകെ ആയിരിക്കാം. तो भोर को उठकर आराधना के बाद हम थोड़ी देर परमेश्वर के सामने बैठेंगे. ആ ഒരു വചനം വായിക്കുന്നത് പഠിക്കുന്നത് എത്ര സന്തോഷമുള്ള കാര്യമാണ്. तो परमेश्वर का वचन सुनना मनन करना कितनी अच्छी बात है. ഈ ആത്മീയയോഗത്തിലായിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് ദേവദാസിമാർക്ക് എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. आज की सभा में जुड़े हुए सभी भाई बहनों को मैं परमेश्वर को धन्यवाद करता हूँ. ദൈവം നമ്മളെ രാവിലെ സഹായിക്കട്ടെ. तो परमेश्वर हमारी सहायता करे. ദൈവത്തിന്റെ വചനം ആണ് നമ്മൾ ഇതുവരെ നടത്തിയത്. तो परमेश्वर का वचन ही अभी तक हमें संभाला. വിശ്വാസം സംബന്ധിച്ച് ദൈവത്തിന്റെ വചനവുമായി ചേർന്നിരിക്കണം എന്നതാണ് ദൈവത്തിന്റെ ഹിതം. एक विश्वासी को अगर हम देखें तो उसे वचन के साथ बहुत गहरा संबंध होना चाहिए. എപ്പോഴും വായിപ്പാനും പഠിപ്പാനും നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷയിൽ കർത്താവ് തിരുവചനം എഴുതി നൽകി. हर समय पढ़ने के लिए परमेश्वर ने हमें हमारी भाषा में ही हमारा परमेश्वर का वचन दिया. നമ്മുടെ ആത്മീയ ആഹാരമായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവം മുമ്പാകെ ആയിരിക്കാം. വളരെ ധ്യാനത്തോടെ അല്പസമയം ദൈവം മുമ്പാകെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. ये हमारे लिए एक आत्मिक भोजन है. इसको बड़ी गंभीरता के साथ हम उसके सामने बैठेंगे, उसे ग्रहण करेंगे. ദൈവത്തിന്റെ ആത്മ നൽകിയ ഒരു ചിന്തയുമായി ഇന്ന് രാവിലെ ഞങ്ങൾ ദൈവം മുമ്പാകെ ആയിരിക്കണം. परमेश्वर ने दिया हुआ एक आत्मिक चिंता को आपके साथ मनन करने के लिए परमेश्वर हमारी सहायता करे. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിവാൻ ദൈവം നമുക്ക് ഭാഗ്യം ഒരുക്കി. तो हर समय जीवन के मोड़ में वो परमेश्वर की सामर्थ्य देखने के लिए परमेश्वर ने मदद किया. നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലും കർത്താവുമായി അടുത്തിരിപ്പാനുള്ള ഒരു ഭാഗ്യം ദൈവം നമുക്ക് നൽകി. तो हर समय वो परमेश्वर से करीब बैठने के लिए, परमेश्वर के करीब आने के लिए परमेश्वर ने सौभाग्य दिया. ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്നാ വായിക്കുമ്പോൾ अगर हम चेलों के चुनने के पीछे कारण देखें तो മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനോട് ചേർന്നിരിപ്പാൻ उसके साथ साथ रहने. ये उसके पीछे कारण ये था कि यीशु मसीह के साथ रहने के लिए उन्हें चुना गया. കർത്താവിനോട് ചേർന്നിരിപ്പാനായി ശിഷ്യന്മാരെ വിളിക്കുന്നു വായി. तो यीशु मसीह परमेश्वर के साथ रहने के लिए, करीब रहने के लिए उन्हें चुना गया. അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കർത്താവുമായി ചേർന്നിരിപ്പാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെന്നാണ്. वो परमेश्वर के साथ करीब बने रहने के लिए जीवन के हर मोड़ पे, हर समय में हमें परमेश्वर ने बुलाया. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്താവിഷയം ഇതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ अभी आज के चिंतन के लिए हम आएंगे प्रकाशित वाक्य उसके पहला अध्याय उसके 9वीं आयत में आते हैं. അതിന്റെ അവസാന ഭാഗം മാത്രം ഒന്ന് ചിന്തിക്കാം. आज के चिंतन के लिए उसके आखिरी पदों को हम पढ़ेंगे. प्रकाशित वाक्य उसका पहला अध्याय उसकी 9वीं आयत के आखिरी कुछ भागों को हम पढ़ेंगे. യേശുവിന്റെ സാക്ഷ്യം നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. यीशु की गवाही के कारण पतमस नामक टापू में था. വീണ്ടും ഞാനത് വായിക്കുന്നു. യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം. മുമ്പിൽ ഒന്നിന്റെ കാര്യങ്ങൾ വേറെയുമുണ്ട്. എന്നാൽ യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. मैं दोबारा पढ़ूंगा. यीशु की गवाही के कारण पतमोस नामक टापू में था. നമുക്കറിയാം, എത്ര ചിന്തിച്ചാലും എത്ര പഠിച്ചാലും വലിയ ആത്മിക മർമ്മങ്ങൾ മറഞ്ഞെടുക്കുന്ന ഒരു ഭാഗമാണ് ഈ വാക്യം. हम कितना भी अगर इसको हम चिंता करें, मनन करें, कई सारी रहस्य की बातें इसके पीछे लिखी हुई. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. पवित्र बाइबल की आखिरी किताब प्रकाशित वाक्य. ഒരുപാട് മർമ്മങ്ങൾ മറഞ്ഞു കിടന്ന ഒരുപാട് ഭാഗങ്ങൾ പുറലോകത്തിന്, ആത്മിക ലോകത്തിന് വെളിപ്പെടുത്തി മറന്നീക്കി കാണിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട്. प्रकाशित वाक्य वो स्वर्ग की बातों को, जो रहस्य बातें हैं, वो प्रकाशन है, उसको खोलकर एकदम सामने दिखाया हुआ एक किताब है प्रकाशित वाक्य. നാം വായിക്കുന്നു, യേശുക്രിസ്തുവിന്റെ മഹത്വം എന്ന വിഷയമാണ് ഈ പുസ്തകത്തിന്റെ മുഖ്യ ചിന്താവിഷയം. इस किताब का मुख्य जो विषय है वो है यीशु मसीह की महिमा. കഷ്ടതയിലായിരുന്ന ദൈവജനം ഘോരമായ പീഡയിലൂടെ പോയപ്പോൾ, जब हम दुख के समय, कष्ट के समय, जब कलीसिया बहुत भयंकर सताव के बीच में चल रही थी, ഇപ്പോഴും നമ്മുടെ കർത്താവ് സിംഹാസനത്തിലിരിക്കുന്നു, അധികാരമുള്ളവനെന്ന് ദൈവസഭയെ അറിയിക്കേണ്ടതിന് വേണ്ടി
ദൈവം നൽകിയ വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം. अभी भी वो यीशु मसीह सिंहासन में विराजमान है, इस बात को कलीसिया से कहने का एक किताब है प्रकाशित वाक्य। നിരവധി ആളുകൾ ജയിലിൽ കഴിയുന്നു, നിരവധി ആളുകൾ മരിച്ചു, രക്തസാക്ഷികളായി. ദൈവസഭയുടെ മേൽ ക്രൂരമായ പീഡനം നടക്കുന്നു. ഡൊമിഷ്യൻ കൈസർ ഒരു സ്വേച്ഛാധിപതിയായി, ചക്രവർത്തിയായി ദൈവസഭയെ ഭരിക്കുന്നു. ഇപ്പോൾ യോഹന്നാൻ പത്മോസിലുമായി. यहाँ पे हम देख सकते हैं जो समय है जब यूहन्ना लिखता है, तब डोमिशियन कैसर नामक राजा जो था वो कलीसिया को बहुत सता रहा था। एक तानाशाह के तौर पे वो कलीसिया को उजाड़ रहा था, और उस समय ये कलीसिया से बात करने के लिए एक किताब के तौर पे परमेश्वर ने यूहन्ना को इस्तेमाल किया। കഠിനമായ പീഡകൾ സഹിക്കാൻ ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യേശു ക്രിസ്തു രാജാതിരാജാവാണ്. जब कठिन समय में जब कलीसिया चल रही थी, तब यीशु मसीह ने यूहन्ना के द्वारा कहा कि मैं विराजमान हूं। അതിനു മുമ്പിൽ പല രാജാക്കന്മാരും ദൈവസഭയ്ക്ക് വിരോധമായി നിയമങ്ങൾ എഴുതുന്നു, ക്രൂരമായി പീഡിപ്പിക്കുന്നു, ദൈവസഭയെ അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന രാജാക്കന്മാർ മുമ്പിൽ നിൽക്കുമ്പോൾ സ്വർഗം വെളിപ്പെടുത്തുന്നു, യേശു ക്രിസ്തു രാജാതിരാജാവ്. यहाँ पे हम देख सकते हैं जब अलग अलग राजाएं, राज्य और जो सरकारें हैं वे कलीसिया के विरुद्ध उठकर कलीसिया को सता रही है, अलग अलग नियम बना रही है, तब यहाँ पे हम देख सकते हैं यीशु मसीह स्व में विराजमान है, वो हमारे लिए विराजमान है। ये बात को यूहन्ना प्रचार कर रहा है। ജീവിതത്തിന്റെ വഴികളിൽ പലപ്പോഴും ഇതുപോലുള്ള സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമുക്ക് ബലവും ശക്തിയും പകരുന്നത്. जब जीवन में ऐसे मोड़ आते हैं तो हमारे लिए सौभाग्य की बात है कि वो यीशु मसीह हमारे साथ खड़े रहते हैं। इस बार यीशु मसीह की महिमा को हम महसूस करते हैं, ये हमारे लिए बहुत बड़ी सौभाग्य की बात है। AD 81 മുതൽ AD 96 വരെ, AD 81 से लेके 96 तक जो समय है, ദേശത്തെ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഡൊമിഷ്യൻ കൈസർ. ये जो समय हम अभी कहा गया, इस समय में डोमिशियन कैसर का राज्य था। യോഹന്നാൻ ഈ പത്മോസിലേക്ക് പോകുന്നത് AD 95 വിശ്വസിക്കുന്നു. ये हम सोच रहे हैं कि AD 95 में यूहन्ना ये पत्मोस नामक टापू में भेजा गया। ഡൊമിഷ്യൻ കൈസർ 96 വിരമിക്കുമ്പോൾ അടുത്ത് വന്ന രാജാവ് തന്നെ പെട്ടെന്ന് അവിടെ തിരിച്ചു കൊണ്ടുവന്നും ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ये AD 96 के बाद डोमिशियन कैसर का राज्य खत्म होता है, दूसरा राजा आता है, ऐसा हम इतिहास पढ़ते हैं। അപ്പോൾ യോഹന്നാൻ തിരിച്ചു വരുന്നു. तब यूहन्ना वापस आता है। താൻ എഫെസോസിലേക്കാണ് വരുന്നത്. तब ये 96 के बाद पत्मोस टापू से यूहन्ना वापस आकर एफेसुस में आता है। എഫെസോസിൽ ദീർഘവർഷങ്ങൾ തന്റെ വൃദ്ധാവസ്ഥ അവിടെ ചെലവഴിക്കുന്നു എന്ന് മനസ്സിലാക്കാം. अपने जीवन काल के आखिरी काफी सालों तक वो एफेसुस में वो जीवित रहा, ऐसा हम पढ़ते हैं। എന്നാൽ ഇന്ന് രാവിലെ നമ്മുടെ ചിന്താവിഷയം ഇതാണ്, യോഹന്നാൻ പത്മോസിലാണ്. लेकिन आज का हमारा विषय है यूहन्ना पत्मोस नामक टापू में है। സാക്ഷ്യ നിമിത്തം പത്മോസിൽ, गवाही के कारण वो पत्मोस नामक टापू में है। കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകണം. यीशु मसीह ने कहा कि पृथ्वी के छोर तक मेरे नाम के गवाह बनो। യേശുവിന്റെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ സുവിശേഷവുമായി ലോകത്തിലെ അറ്റത്തോളം പോകുവാൻ വേണ്ടി നിയമിക്കപ്പെട്ട യോഹന്നാൻ ഇപ്പോൾ പത്മോസ് ലേഖനായിരിക്കുന്നു. स्वर्गारोहण के बाद, यीशु मसीह के स्वर्गारोहण के बाद पृथ्वी के छोर तक यूहन्ना ने इस सुसमाचार का प्रचार करने के लिए निकला, और अभी ये पत्मोस नामक टापू में है। പലപ്പോഴും നാം എല്ലാം ഇതുപോലെ പലപ്പോഴും പല പത്മോസിലും ആകാറുണ്ട്. इसी प्रकार हम भी कई बार जीवन में अलग अलग पत्मोस टापू में फंस जाते हैं। നമ്മളിങ്ങനെ വിചാരിക്കും, കർത്താവേ ഞാൻ ഇവിടെ എന്തുകൊണ്ട് വന്നു, എന്റെ വിളി അല്ലെങ്കിൽ എന്റെ ശുശ്രൂഷ വിശാലമായ ലോകത്തിലെ പിന്നെ ആരുമില്ലാത്ത പത്മോസിൽ ഞാൻ എന്തിനു സമയം വേദനിക്കും. कभी हम प्रभु से सवाल पूछते हैं, प्रभु मुझे आपने बहुत बड़ी बुलाहट दी है, तो मुझे ये पत्मोस नामक टापू जहाँ कोई भी नहीं है, ऐसे जगह में मुझे क्यों भेजा? വിശാലമായ ലക്ഷക്കണക്കിന് ആളുകൾ സുവിശേഷം കേൾക്കുവാൻ വേണ്ടി ലോകത്തിലുള്ളപ്പോൾ ആരുമില്ലാത്ത പത്മോസിൽ ഏകനായി ഒരു വർഷത്തെ ഏകാന്തവാസം. लाखों करोड़ों लोग इस सुसमाचार का प्रचार को सुनने के लिए इंतजार कर रहे हैं, तब यूहन्ना पद्मोस नामक टापू जहाँ पे कोई भी एक भी जन नहीं है, वहां पे 1 साल व्यतीत करता है। പ്രൈസ് ദി ലോർഡ്. आमीन। എല്ലാവരും ധ്യാനത്തോടെ ഈ ചിന്ത ശ്രദ്ധിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു. मैं ये विश्वास करता हूँ आप सब बड़े ध्यान से, गंभीरता से इस विषय को सुन रहे हैं। ഒരു വലിയ കൂട്ടം ആളുകൾ മുഴു ലോകവും സുവിശേഷം കേൾക്കാൻ ബാക്കി നിൽക്കവേ
ആളുകൾ വളരെ ചുരുക്കം, പ്രധാനികൾ എല്ലാവരും മരിച്ചു, യോഹന്നാൻ മാത്രം ശേഷിക്കുന്നു. അപ്പോസ്തലന്മാർ മറ്റാരും ജീവിച്ചിരിപ്പില്ല. ലോകത്തിലെ ശുശ്രൂഷയ്ക്ക് മുൻനിരയിൽ നൽകി നിന്ന് റോമിലും അല്ലെങ്കിൽ ജെറുസലേമിലും എല്ലാം ദൈവസഭയെ ലീഡ് ചെയ്യേണ്ട യോഹന്നാൻ ഇപ്പോൾ ഏകാന്തതയിൽ പത്മോസിലായിരിക്കുന്നു. लाखों करोड़ों लोग जो अभी इंतजार कर रहे हैं कि कोई हमें सुसमाचार सुनाएगा, कोई भी प्रधानी अगुवे अभी है नहीं, जो चेले जो बाकी थे वे सब शहीद हो गए। और यहाँ पे हम देख सकते हैं यूहन्ना पतमुस नामक टापू में अभी रह रहा है। वो आगे की सुसमाचार का प्रचार की जिम्मेदारी उसके ऊपर है। ദൈവസഭയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും നിരാശാജനകമായ അന്തരീക്ഷമാണ്. കാരണം ആകെ ജീവിച്ചിരിപ്പോൾ ഒരു അപ്പോസ്തലൻ, അദ്ദേഹം ഇപ്പോൾ പത്മോസിൽ ഏകാന്തതയിലാണ്. कलीसिया के अगर हम देखें तो सबसे बुरा और निराशाजनक समय चल रहा है, क्योंकि कोई भी प्रेरित, कोई भी अपोस्तल जो था, ये चुना हुआ चेले थे, उनमें से कोई भी अभी जीवित नहीं है, केवल यूहन्ना ही जीवित है। പിശാചും വിരോധികളും വളരെ സന്തോഷം, കാരണം ഈ പ്രസ്ഥാനം ഇവിടെ അവസാനിക്കുകയാണ്. शैतान और उसके मंडल में काफी खुशी है, क्योंकि अभी सेवा खत्म हो रही है, आखिरी एक व्यक्ति बचा है यूहन्ना। വായിക്കുന്നു, യേശുവിന്റെ സാക്ഷ്യ നിമിത്തം പത്മോസിൽ യോഹന്നാൻ. हम यहाँ पढ़ते हैं यीशु की गवाही के कारण पतमुस नामक टापू में यूहन्ना। ഈജിയൻ കടലിന്റെ നടുവിലുള്ള ചെറിയ ഒരു ദ്വീപാണ് പത്മോസ് എന്ന ദ്വീപ്. ईजियन महासागर के बीच में एक छोटा सा एक टापू है, ये पतमुस टापू। ഏകദേശം 9 കിലോമീറ്റർ നീളവും 3 കിലോമീറ്ററോളം ഏകദേശം വീതിയും ഉണ്ടെന്ന് വിചാരിക്കുന്നെന്ന് മനസ്സിലാക്കുന്ന ഒരു കല്ലുകളും അതെ ആർക്കും താമസിക്കുവാൻ വയ്യാത്ത കാടുകളും നിറഞ്ഞ ആ ദ്വീപിൽ ഏകനായി ഇതാ കർത്താവിന്റെ അപ്പോസ്തലൻ. ये जो टापू है ये करीब 9 किलोमीटर लंबा है और करीब 3 किलोमीटर चौड़ा है। पूरे पत्थरों, कंकड़ और घने जंगल से भरा हुआ एक टापू के बीच में यूहन्ना बैठा है। തീർത്തും നിരാശാജനകമായ ഒരു ചിത്രം യോഹന്നാൻ പത്മോസിൽ. एक पूरे के पूरा एक निराशाजनक दृश्य है ये यूहन्ना पतमुस के टापू में। എന്നാൽ നാം എല്ലാവരും അറിയുന്നത് പോലെ, നമുക്ക് അറിയാവുന്നത് പോലെ, ഈ യാത്ര, ഈ ഒരു വർഷം, ഈ ഏകാന്തവാസം ക്രിസ്തീയ സഭയ്ക്ക് ഏറ്റവും മൂല്യമുള്ള സ്വർഗീയ മർമ്മങ്ങൾ എഴുതി ചേർക്കപ്പെട്ട വെളിപ്പാട് പുസ്തകം ദൈവസഭയുടെ കയ്യിലേക്ക് ലഭിക്കുകയാണ്. लेकिन हम जानते हैं ये जो एक वर्ष जो यूहन्ना पतमुस नामक टापू में था, इस एक वर्ष में जो एक बहुत एक गहरा और रहस्यमय किताब जो कलीसिया को चाहिए था, वो कलीसिया को लिखकर यूहन्ना यहाँ देता। നമ്മുടെ ഏകാന്തവാസങ്ങൾ അനേകർക്ക് നന്മയായി തീരണം. हमारा अकेलापन कई लोग के लिए आशीष का कारण बने। നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ ഒരുപാട് വാതിലുകൾ തുറക്കുവാൻ പര്യാപ്തമാകണം. हमारे जीवन की कठिनाई कई सारे दरवाजों को, कई सारे द्वारों को खोलने पाए। നമ്മുടെ ഏകാന്തതകൾ ദൈവസഭയ്ക്ക് ഉണർവിന് കാരണമായി തീരണം. हमारा अकेलापन कलीसिया के लिए एक बेदारी का कारण बनने। യോഹന്നാന്റെ സാക്ഷ്യം ഇതാണ്: ഞാൻ ഏകദേശം 1 വർഷത്തോളം പത്മോസിലായിരുന്നു. ഇത് ദൈവസഭയ്ക്ക് വലിയ ലാഭമായി മാറി. हम यहाँ अगर यूहन्ना से पूछे तो यूहन्ना कहेगा मैं 1 साल ये पतमुस में था, ये कलीसिया के लिए बहुत बड़ी आशीष का कारण बना। ഇന്ന് രാവിലെ എത്ര പേർ ഈ വിഷയം വളരെ ധ്യാനത്തോടെ ശ്രദ്ധിക്കുന്നു? നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ പലപ്പോഴും നമേകരായിരിക്കുമ്പോൾ, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം, ഏത് വഴി തിരഞ്ഞെടുക്കണം, എനിക്ക് കൂടെ ആരുമില്ലല്ലോ, പല വിഷയത്തിൽ ഞെരുങ്ങുമ്പോൾ ഇന്ന് രാവിലെ ദൈവാത്മാവിന്റെ ശക്തമായ സന്ദേശം ശ്രദ്ധിക്കണമേ. ആമേൻ. ഇത് നമ്മുടെ ഏകാന്തവാസമല്ല, പിന്നെയോ ആമേൻ, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വർഗദൂതന്മാരെ കാണുന്ന, സ്വർഗീയ മർമ്മങ്ങൾ ആസ്വദിക്കുന്ന, ആമേ ഉയർത്തെഴുന്നേറ്റ നസ്രയന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഇടമായി മാറുകയാണ് പത്മോസ് എന്ന ഏകാന്ത ദ്വീപ്. अगर हम सोचे यूहन्ना अकेला है, वो कोई सहायता के लिए नहीं है, अकेला है, उससे बात करने के लिए कोई नहीं है, इस घने जंगल में अकेला है यूहन्ना। लेकिन हम देख सकते हैं परमेश्वर उसे इस्तेमाल करता है वो रहस्यमय बातों को बताने के लिए, वो स्वर्ग की महिमा के बारे में बताने के लिए परमेश्वर यूहन्ना को इस्तेमाल करता है। ഇതുപോലെ സ്വർഗവുമായി ചേർന്ന് ജീവിച്ച മറ്റൊരു വ്യക്തി നാം കാണുന്നില്ല. अभी हम पूरा किताब अगर पढ़ेंगे तो यूहन्ना से ज्यादा स्वर्ग को महसूस करने वाला कोई और व्यक्ति यहाँ अभी है नहीं। ആമേ. സ്വർഗം തുറന്ന് വരുവാനുള്ള ആ വലിയ സഭയുടെ ഭാവിയെ, സഭയെ നയിക്കുന്ന കർത്താവിന്റെ വലിയ അത്ഭുത പ്രവൃത്തികളെ, ലോകത്തെ ഭരിക്കുവാൻ പോകുന്ന കർത്താവിന് ഇപ്രകാരമുള്ള വരുവാൻ പോകുന്ന വലിയ സംഭവങ്ങളുടെ വലിയ വെളിപ്പാടുകളെ കണ്ട വേറൊരു മനുഷ്യനുണ്ടോ? क्या और कोई ऐसा व्यक्ति है जिसने आने वाली बातों को इतना
गहराई से समझा, जिसने देखा कि कलीसिया के साथ भविष्य में क्या होने वाला है, और कोई नहीं, से केवल यूहन्ना नहीं देखा। ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട വ്യക്തിയായിരുന്നു. കൂടെ 3 വർഷം ഇരുന്നു. ദൈവസഭ ആമേൻ അദ്ദേഹത്തെ ശുശ്രൂഷയെ പ്രതിഷ്ഠിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പത്മോസിൽ അയച്ചു. അവിടുത്തെ നിരാശയാൽ മരിച്ചു എന്നല്ല പിന്നെയോ ആ പത്മോസിന്റെ ദിനങ്ങൾ ദൈവസഭയ്ക്ക് ഈടുറ്റ വലിയ ശ്രേഷ്ഠമായ ആത്മീക മർമ്മങ്ങൾ സ്വർഗം നൽകിയ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു ഭാഗമായ വെളിപ്പാട് പുസ്തകം ലോകത്തിന്റെ ദൈവസഭയ്ക്ക് സമ്മാനിക്കുന്ന ദിനങ്ങളായിരുന്നു പത്മോസിന്റെ ഏകാന്ത ദിനങ്ങൾ. यूहन्ना यीशु मसीह के साथ 3 वर्ष यहाँ पे सेवा किया था, और उसके उसके ऊपर बहुत बड़ी जिम्मेदारी थी सेवा के लिए, लेकिन 1 वर्ष पतमोस नामक टापू में वो था, और सबने सोचा कि सेवा समाप्त हो गई है, लेकिन कलीसिया के लाभ के लिए, परमेश्वर की वो स्वर्ग की प्रकाशन के लिए परमेश्वर ने यूहन्ना को इस्तेमाल किया। ചിലപ്പോൾ ചില വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവാസന്മാരെ വിളിക്കുന്നു. ചിലപ്പോൾ ചില ഏകാന്ത ഇടങ്ങളിൽ, ഗ്രാമങ്ങളിൽ, അതുപോലെ ഏകാന്ത ശുശ്രൂഷകൾ, ആരും കൂടെ ഇല്ലാത്ത അനുഭവങ്ങൾ, മുമ്പിൽ ഒന്നും കാണാത്ത പ്രതീക്ഷകളൊന്നും, ആ മുമ്പിൽ കാണാത്ത ഒരുപാട് ഇടങ്ങൾ, സമയങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ശ്രദ്ധിക്കണമേ, ആമേൻ, ഈ ദിനങ്ങൾ, ഈ മാസങ്ങൾ, ഈ വർഷങ്ങൾ നമ്മുടെ ജീവിതത്തെ പരാജയമല്ലവിനെയോ ഇത് വലിയ ആത്മീക അഭിവൃദ്ധിയുടെ വർഷങ്ങളായി മാറും. कई लोगों के साथ, कई कई प्रभु के दासों के साथ ऐसा होता है। बड़े बड़े प्रभु के दासों को ऐसी ऐसी समय परिस्थितियों से गुजरना पड़ता है, जहाँ पे वो अकेले होते हैं, निराश होते हैं, हताश होते हैं, और ये ऐसे समय वो परमेश्वर की सेवा करने के लिए जो सबसे एक अच्छा समय होता है, वो परमेश्वर हम इस्तेमाल करता है अलग अलग कार्यों के लिए। ആമേൻ. യെരൂശലേമിലും യഹൂദിയിലുമുള്ള അനേകർ കാണാതിരുന്ന ആ വലിയ സ്വർഗീയ മർമ്മങ്ങൾ സ്വർഗം പത്മോസിൽ വെളിപ്പെടുത്തുകയാണ്. यरूशलेम और जो बाकी कलीसिया ने जो नहीं देखा था, जो बातों को नहीं समझा था, वो बातें यूहन्ना को परमेश्वर या पद्मोस नामक टापू में बताता है। രാവിലെ പറയാമോ എന്റെ കൂടെ, ഈ പത്മോസ് സ്വർഗമായി മാറുവാൻ कितने പോകുന്നു. लोग कह सकते हैं पद्मोस स्वर्ग के रूप में बदल रहा ഈ है। പത്മോസിന്റെ ഏകാന്തത അലവനിയോ സ്വർഗത്തിന്റെ തിരക്കേറിയ പട്ടണത്തിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. इस पद्मोस में अकेलापन नहीं, बल्कि जो स्वर्ग की हलचल को मैं महसूस करने जा रहा हूँ। ആമേൻ. രാവിലെ മനസ്സിലാക്കുക, ആമേൻ, നാം ഏകരല്ല, മുഴു സ്വർഗവും കൂടെയുണ്ട്. आप ये कि समझे, हम अकेले नहीं है, हमारे साथ पूरा स्वर्ग हमारे साथ है। ആമേൻ. നാം ആത്മാവിലാകുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞ പത്മോസിൽ നാം ആയിരിക്കുമ്പോൾ, ആമേൻ, സ്വർഗത്തിന്റെ ആ തിരക്കേറിയ വീഥിയിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. जब हम प्रिय पद्मोस में बैठेंगे, आत्मा में हम भरेंगे, तो स्वर्ग की हलचल को हम यहाँ बैठकर महसूस ആമേൻ. करेंगे। നമ്മുടെ ഏകാന്തതകൾ വരും തലമുറയ്ക്ക് നന്മയായി മാറും. हमारा अकेलापन आने वाले पीढ़ी के लिए एक आशीष का कारण बनेगा। നമ്മുടെ ജീവിതത്തിലെ പല ഞെരുക്കങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ സഭയ്ക്ക്, വരും തലമുറയ്ക്ക് വലിയ നന്മയായി മാറും. हमारा अकेलापन आने वाली कलीसिया के लिए, आने वाले बच्चों के लिए, आने वाली पीढ़ी के लिए एक बहुत बड़ा आशीष का कारण बनेगा। നമ്മുടെ പിതാവായ യോഹന്നാൻ അന്ന് പത്മോസിലായിരുന്നുകൊണ്ട് നാം ഇന്ന് വിശുദ്ധ വേദ പുസ്തകം എടുത്ത്, അവസാന പുസ്തകം എടുത്ത് പ്രസംഗിക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു. यहाँ यूहन्ना पतमुस नामक टापू में था, यही कारण है कि आज हम प्रकाशित वाक्य की जो किताब है, इसमें मनन कर रहे हैं। ഇന്ന് രാവിലെ ആമേ ആത്മാവിൽ പറയാമോ, ഈ പത്മോസ് ആമേ തുറന്ന സ്വർഗമായി മാറും. हमें यहाँ पे आज पूरी विश्वास करें, पद्मोस जो है ये खुला हुआ स्वर्ग के तौर पे एक रहेगा। ആമേൻ. ഈ ഡൊമിഷ്യൻ കൈസർ ഒരുക്കിയ ഞെരുക്കം നമുക്ക് വലിയ വിശാലതയായി മാറും. ये डोमिशन कैसर ने जो हमारे लिए सताव बनाया है, ये हमारे लिए आशीष का कारण बनेगा। ആമേ. അതിരുകളില്ലാത്ത, അതെ, ഡൊമിഷ്യൻ കൈസറിന് ഒതുക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ തടയുവാൻ കഴിയാത്ത ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. അത് നാം അനുഭവിച്ചറിയും. ये जो जो डोमिशन कैसर है, वो खुद को एक 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 सीमा के पार समझता है, लेकिन उसे उसकी सीमाओं को लगाम देने के लिए उस स्वर्ग काबिल है। ആമേ. തിരയടിച്ചിരുന്ന കടലോ അല്ലെങ്കിൽ ഏകാന്തതയോ, ആമേൻ, ഈ ദൂരമോ ഒന്നും ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തടസ്സമാകയില്ല. तेज लहरें हो, चाहे घना जंगल हो, चाहे इसका क्या बोलते हैं, क्या वो पतमुस नामक टापू क्यों ना हो, ये परमेश्वर की सामर्थ को और महिमा को नहीं रोक। ആമേൻ. പത്മോസിൽ നാം ദൈവ വെളിപ്പാട് കാണും. पतमुस में हम परमेश्वर का प्रकाशन देखेंगे, ഈ പത്മോസിൽ നാം സ്വർഗവുമായി സംസാരിക്കും. स्वर्ग से बात करेंगे। ഈ പത്മോസിലൂടെ നാം വലിയ ദൈവിക വെളിപ്പാടുകൾ കാണും. परमेश्वर के प्रकाशन को हम पतमुस में बैठ के देखेंगे। ആമേൻ. ഡൊമിഷ്യൻ വാതിലടച്ചപ്പോൾ സ്വർഗം തുറന്നു എന്ന് വായിക്കുന്നു. डोमिशन ने जो दरवाजा बंद किया था, उस स्वर्ग ने खोला, ऐसा लिखा हुआ है। ആമേൻ. ഇനി ലോകത്തിൽ ഒരു കാര്യവും കാണരുതെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ യോഹന്നാന്റെ മുമ്പിൽ അടച്ചു വെച്ചപ്പോൾ സ്വർഗം, ആമേൻ, അതെ, തുറന്ന് ദൈവം കാണിക്കുന്നു. നീ, ആമേൻ, കാണുക എന്ന് പറഞ്ഞ് സകലതും കാണിക്കുകയാണ്. बाकी संसार से, दुनिया से यूहन्ना को अलग कर एक पद्मोस नामक टापू में डाल दिया, ताकि और कोई इसे देख ना पाए, वो किसी को देख ना पाए, लेकिन हम देख सकते हैं स्वर्ग ने वो दरवाजा खोलकर उस स्वर्ग की बातों को उसे दिखाया। പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യമുള്ള പത്മോസുകളെ ഓർത്ത് സ്വന്തം പറയാമോ ഇന്ന് രാവിലെ? को पद्मोस में जो परमेश्वर की सामर्थ उतरी है, उसके लिए परमेश्वर को धन्यवाद करें। ആമേ. പത്മോസ് നടുവിലായിരുന്നു, ആരുമില്ലല്ലോ ഞെരുങ്ങുമ്പോൾ നാം പറയുന്നു, കർത്താവേ നന്ദി. ആമേ. വലിയ ദൈവത്തിന്റെ സാന്നിധ്യവും ദൂതന്മാർക്കുമായി നന്ദിയപ്പ.
तो जब पतमोस में कोई व्यक्ति नहीं है, कोई कोई हाल हाल पूछने का कोई नहीं है, लेकिन वहां पे जो खड़े लोग भी हो, हमें हमें परमेश्वर को धन्यवाद करना है और परमेश्वर के प्रकाशन के लिए। BC 6-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ മറ്റൊരു വ്യക്തിയെ നമുക്ക് വേദപുസ്തകത്തിൽ അറിയാം. അദ്ദേഹത്തിന്റെ പേര് ദാനിയേൽ എന്ന. अगर हम BC 6 में अगर जाएंगे तो हाँ BC 6 में अगर हम जाएंगे तो वहां पे एक दूसरे एक व्यक्ति है दानियल। ദാനിയേലിനെ സംബന്ധിച്ച് ഇതേ ചിത്രം തന്നെയാ. दानियल को अगर हम देखें तो दानियल के साथ भी यही दृश्य है। താൻ പത്മോസിലല്ലായിരുന്നു, താൻ ബാബിലോണിലായിരുന്നു. वो पतमोस में नहीं था, लेकिन वो बाबिलोन में था। യെരൂശലേമിന് വളരെ ദൂരെ, यरूशलेम से काफी दूर, അന്യജാതികളുടെ നടുവിൽ अन्य जातियों के बीच में നെബൂഖദ്നേസർ രാജാവ് തന്നെ തടവിലാക്കുകയാണ്. नबूकदनेस्सर राजा के उसे पकड़ के रखा है। നമുക്കറിയാം, യെരൂശലേമിനെ നശിപ്പിച്ച് യെരൂശലേമിലെ വലിയ ഭീതി പരത്തിയിട്ട് ഒരു കൂട്ടം ആളുകളെ കൊണ്ടുപോയി ഇങ്ങോട്ട് ബാബിലോണിലേക്ക്. यहाँ पे हम देख सकते हैं, अगर इतिहास को देखें तो नबूकदनेस्सर यरूशलेम में आता है, त्रासदी लाता है, तबाह करता है और कुछ लोगों को उठाकर बाबिलोन ले जाता है। ഇനി യെരൂശലേമിലേക്ക് മടങ്ങിപ്പോക്കില്ലെന്ന് വിചാരിച്ച നെബൂഖദ്നേസർ പദ്ധതി ഒരുക്കി യെരൂശലേമിനെ നശിപ്പിക്കും. नबूकदनेस्सर ने ऐसा वहां पे विचार बनाया, ऐसा षड्यंत्र रचा कि जो लोग को लेके आ रहे हैं यरूशलेम वापस नहीं ले जाएंगे, वो यरूशलेम को तबाह करेंगे। നമുക്കറിയാം, പക്ഷെ ലോകത്തിന് ലഭിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് ദാനിയേലിന്റെ പുസ്തകം. लेकिन हम जानते हैं पूरी कलीसिया को मिला हुआ एक बहुत बड़ा किताब के रूप में दानियल की किताब है। നമുക്കറിയാം, ആ വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വെളിപ്പാട് അല്ലെങ്കിൽ പ്രോഫസി പ്രവചന പുസ്തകങ്ങളാണല്ലോ ദാനിയേലിന്റെ പുസ്തകവും അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകവും. दानियल किताब और प्रकाशित वाक्य, दो ऐसी किताबें हैं वो परमेश्वर के भविष्य के बारे में, कलीसिया के भविष्य के बारे में हमें बताती है। ഈ രണ്ട് പുസ്തകങ്ങളുമാണ് ദൈവസഭയുടെ ഭാവിയെ കുറിച്ച് പറയുന്നത്. ये जो दो किताबें हैं दानियल और प्रकाशित वाक्य, यही दो किताबें हैं कलीसिया के आने वाले भविष्य को बताती है। ഈ രണ്ട് പുസ്തകങ്ങൾ നമ്മുടെ കർത്താവിന്റെ രാജ്യത്വത്തെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്നു. ये जो दो किताबें हैं, इसमें संसार को, पूरी दुनिया को ये परमेश्वर के राज्य के बारे में बताती है। ഏറ്റവും ഈടുറ്റ വിശുദ്ധ വേദപുസ്തകം രണ്ട് പുസ്തകങ്ങളാണ് ദാനിയേലും വെളിപ്പാടും. सबसे गहरी और रहस्यमय बातें बताने वाली किताबों में एक है दानियल और प्रकाशित वाक्य। ആമേൻ, ശ്രദ്ധിക്കണമേ. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളുടെയും എഴുതിയ അന്തരീക്ഷം മനസ്സിലായോ? ആ എഴുത്തുകാർ രാജകൊട്ടാരത്തിലോ സുഖമായ അന്തരീക്ഷത്തിലോ അല്ലായിരുന്നു, പിന്നെയോ തികച്ചും ഞെരുക്കമുള്ള ये അനുഭവത്തിൽ. जब किताबें जब ये लिख रहे थे, तब उनको कोई राजमहल में और एक अच्छा सुविधा वाली जगह में नहीं थे, बल्कि काफी कष्ट से और दर्द से गुजर रहे थे। അതിന്റെ അർത്ഥം ഇതാണ്: വിശുദ്ധനെ ഞെരുക്കിയാൽ, തന്നെ ഒതുക്കുവാൻ ശ്രമിച്ചാൽ, പുതിയ പുതിയ വെളിപ്പാടുകൾ നാം കാണും. अगर हम ध्यान दें तो अगर एक परमेश्वर के जन को अगर कष्ट के बीच से, अगर दर्द के बीच से अगर हम उसको भेजें, तो ये एक बहुत आशीष का कारण बनेगा। നമ്മുടെ കഷ്ടതകൾ ഒരുപാട് ദർശനം കാണുവാൻ നമ്മളെ സഹായിക്കും. हमारे जो कष्ट है, ये आगे चलकर हमें बहुत सारे दर्शन दिखाएंगे. ഏകാന്തതകൾ സ്വർഗത്തിലൂടെ നടക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കും. ये जो अकेलापन है, ये हमें स्वर्ग के बीच से स्वर्ग में चलने के लिए हमें प्रेरित करेगा। രാവിലെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ ജീവിതാനുഭവങ്ങളിൽ, ഞാൻ ബാബിലോണിലാണ്, കർത്താവ് എനിക്ക് സ്വാതന്ത്ര്യമില്ല, കർത്താവ് എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ, പുരോഹിതന്മാരോ എന്റെ മാതാപിതാക്കന്മാരോ എന്നെ നടത്തിയവരോ ആരുമില്ലാതെ ഞാൻ ഈ ബാബിലോണിൽ, കർത്താവ് എന്തിനു വന്നു, ഞെരുക്കം ഞാൻ എന്തിന്, എന്റെ യൗവനപ്രായത്തിൽ നാഥന് വേണ്ടി ജെറുസലേമിലും യഹൂദന്മാരുടെ നടുവിൽ നിർത്തിയ ഒരുപാട് ഫലം കായ്ക്കുമായിരുന്നു, പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഈ ബാബിലോണിൽ എന്നാരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ, अगर कोई यहाँ पे बैठा है जो ये सोच रहा है, प्रभु मुझे आपने बाबिलोन में क्यों लाया, मैं यरूशलेम में था, मैं यरूशलेम में आपकी सेवा में था, मेरे मित्र थे, मेरे हालचाल पूछने वाले थे, वहां पे महायाजक थे, याजक थे, पवित्र जन थे, लेकिन मुझे यहाँ बाबिलोन में प्रभु आप मुझे क्यों लाया? എന്നാൽ നമുക്കറിയാം, ഈ ഏകാന്തതകൾ വലിയ അനുഗ്രഹവും നന്മയ്ക്കും കാരണമായി. लेकिन फिर हम जानते हैं जो अकेलापन है, ये आगे चलकर एक बहुत बड़ा अनुग्रह का कारण बनेगा। ഇന്ന് രാവിലെ പറയാമോ, ആത്മാവിൽ ഈ ബാബിലോൺ നോക്കിയിട്ട്, ഈ ബാബിലോൺ എന്റെ ദർശനം കാണുന്ന സ്ഥലമാണ്. कितने लोग कह सकते हैं बाबिलोन जहाँ पे मैं रह रहा हूँ, यहाँ पे मुझे परमेश्वर बहुत बड़ा दर्शन दिखाने जा ഈ रहा है। ബാബേൽ എന്റെ ജീവിതത്തിലെ ശുശ്രൂഷയുടെ പുതിയ അനുഭൂതി നടക്കുന്ന ഇടമാണ്. ये जो बाबिलोन है, यहाँ पे बहुत बड़ी चीजें होने वाली है। ഈ പത്മോസ് എന്റെ ജീവിതത്തിലെ ആത്മീയ വെളിപ്പാടുകളുടെ ആദ്യത്തെ ഇടമാണ്. ये जो पतमोस है, ये मेरे जीवन का जो स्वर्गीय प्रकाश है, इसको प्रकट करने वाली जगह। എന്റെ ശുശ്രൂഷ അവസാനിക്കുന്ന ഇടമല്ലെന്നോ, ശുശ്രൂഷയുടെ പുതിയ ഒരു ലെവലിലേക്ക് നടന്നു കയറുന്ന ഇടമായിരിക്കും ഈ പത്മോസും ബാബിലോണുമല്ല. पतमोस और बाबिलोन मेरे लिए, मेरे सेवा का आखिरी दिन नहीं है, आखिरी जगह नहीं है, जबकि मेरी सेवा का जो परमेश्वर की सेवा है, उसमें एक नया स्तर के रूप में परमेश्वर ഈ രണ്ട് പുസ്തകങ്ങളും ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതാണ്, അല്ലെ? വിശുദ്ധനെ ഞെരുക്കിയാൽ, വിശുദ്ധനെ ഉപദ്രവിച്ചാൽ, ഏകാന്തതയിൽ നിർത്തിയാൽ, ഈ ഏകാന്തതയിൽ
ആളുകളില്ല, പക്ഷേ സ്വർഗം തുറക്കും, സ്വർഗം അവന് മുമ്പിൽ സംസാരിക്കും, ലോകത്തിന് ഒരുപാട് നന്മകൾ അവൻ ये സമ്മാനിക്കും. 2 किताबें हैं, ये ऐसी ऐसी किताबें हैं जो दुनिया को कहती है कि अगर पवित्र जन को अगर तुम कष्ट दोगे, अगर उसे अकेलापन में डालोगे, तो वो कलीसिया के लिए और पूरी दुनिया के लिए एक अनुग्रह का कारण बनेगा। ഇന്ന് രാവിലെ ആത്മാവിൽ പറയാമോ, കർത്താവേ, പ്രാർത്ഥിക്കാമോ? ദൈവമേ, ആമേൻ. ഈ ഏകാന്തതയിലൂടെ നടക്കുന്ന വിശുദ്ധന്മാർക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. എത്രയോ പേർ ഹല്ലേലൂയ, ജയിലുകളിലും എത്രയോ വിശുദ്ധന്മാർ, പുറം ലോകത്ത് സുവിശേഷം പറയേണ്ടവർ, അതിശക്തമായ ദൈവസഭയെ നയിക്കേണ്ടവർ, കുടുംബത്തോടൊത്ത് ജീവിക്കേണ്ടവർ, ഇന്ന് നാം ഈ രാവിലെ ഇപ്രകാരം സമാധാനമായ വീടുകളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവനെ കേൾക്കുമ്പോൾ, നമ്മുടെ കൂട്ടുസഹോദരങ്ങൾ ജയിലുകളിൽ കഴിയുന്നു, അവർ ഞെരുക്കത്തിലായിരിക്കുന്നു, അവർ നാട് വിട്ട് പോകേണ്ടി വന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ സഹിക്കുമ്പോൾ പറയാമോ, ദൈവമേ, അവരുടെ ഞെരുക്കത്തിലെ ഈ ആമേൻ സമയങ്ങൾ അവരുടെ ജീവിതത്തിലെ പുതിയ വെളിപ്പാടുകളുടെ ദിവസങ്ങളാക്കി തീർക്കണമേ. कितने लोग हमारे बीच में ऐसे हैं, प्रभु के दास ऐसे हैं जो जो भी जेल में हैं, अभी सदा में गुजर रहे हैं, बड़े ही कष्टदायक समय में गुजर रहे हैं, कलीसियाएं बंद है, उनके हालचाल पूछने के लिए कोई नहीं है, उनके साथ कोई नहीं है। लेकिन प्रियो, ये हमारे लिए एक विषय है, उनके लिए प्रार्थना करें, परमेश्वर उनसे बात करे, उनको प्रकाशन दे, उनको दर्शन दे, और परमेश्वर कलीसिया के लिए उनको इस्तेमाल करे। ആത്മാവിൽ പറയാമോ, ഏകാന്തടങ്ങൾ എന്നെ ശുശ്രൂഷിടങ്ങളായിരിക്കും. ये तो लोग कह सकते हैं अकेलापन, जो अकेला स्थान है, वो मेरे लिए एक बहुत बड़ा सुसमाचार का प्रचार का स्थान है। ആമേൻ. സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ വെളിപ്പാടിനെ തടയുവാൻ പര്യാപ്തമല്ല. जो सांसारिक जो चीजें हैं, ये हमारे प्रकाशन को नहीं रोक सकती। ആമേൻ. ദിവസങ്ങളായിട്ട് ആഹാരം നന്നായിട്ട് കഴിച്ചിട്ട് സുഖമായി ഉറങ്ങുവാൻ ഇടമില്ല, കൂടെ സംസാരിപ്പാൻ അഭിഷിക്തന്മാരോ തന്റെ സ്നേഹിതന്മാരോ തന്റെ കുടുംബക്കാരോ ആരുമില്ല. ഏകാന്തതയിൽ പക്ഷെ സ്വർഗം തുറന്നപ്പോൾ ആ സ്വർഗവുമായി, സ്വർഗത്തിന്റെ വലിയ ആത്മീക അന്തരീക്ഷത്തിൽ യോഹന്നാൻ വലിയ ആനന്ദത്തിൽ സ്വർഗത്തിന്റെ മർമ്മങ്ങളെ കാണുകയാണ്. यहाँ देख सकते हैं कि बहुत ही अकेलापन में है, ये कोई भी रोक नहीं सकता, बहुत ही खाने में और पीने में कुछ कार्य वहां पे है नहीं, लेकिन हम यहाँ देख सकते हैं स्वर्ग की बातों को, स्वर्ग की प्रकाशन को परमेश्वर यूहन्ना को बताता ഈ है। രണ്ട് പുസ്തകങ്ങളിൽ ലോകത്തിന് വിളിച്ചു പറയുന്നു, ദൈവസഭയെ ഞെരുക്കിയാൽ അവർ പുറം ലോകത്തിൽ അവർ പിന്നെ ഭാവിയിൽ അവർ വലിയ ഉണർവായി മടങ്ങി വരും. दानियल और प्रकाशित वाक्य ऐसी किताबें हैं जहाँ पे हम देख सकते हैं कलीसिया को अगर कष्टदायक जगह में अगर भेजेंगे, कलीसिया को कष्ट देंगे, तो एक दुगुनी बेदारी के साथ वापस आए। നമ്മുടെ ജീവിതത്തിന്റെ ഏകാന്തത അനുഭവങ്ങൾ, നമ്മുടെ ജീവിത ഞെരുക്കങ്ങൾ, നമ്മളെ ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പീഡകൾ വരുന്നു, ഇതെല്ലാം വലിയ ആത്മിക നന്മയ്ക്കും വെളിപ്പാടിനും കാരണമായി തീരും. यहाँ देख सकते हैं कि उसको क्या बोलते हैं, ये जो कष्ट है, ये जो दर्द है, ये आगे चलकर हमारे लिए बहुत बड़ा अनुग्रह का कारण बनेगा। പീഡകളുടെ നിരവധി അനുഭവമാണ് യോഹന്നാൻ സഹിച്ചത്. जो यूहन्ना है, ये बहुत ही दर्द के साथ ये इसका जीवन था। തന്നെ പെട്ടെന്ന് പത്മോസിനെ വിടുകയല്ലായിരുന്നു. उसको तुरंत पतमुस में नहीं भेजा। ചരിത്രം പറയുന്നത് തന്നെ അതിക്രൂരമായ പീഡകൾ സഹിച്ചിട്ട് മരിക്കാതിരുന്നു കൊണ്ടാണ് തന്നെ പത്മോസിലേക്ക് നാട് കടത്തിയെന്ന് ചരിത്രം പറയുന്നു. इतिहास को देखें, उसके साथ बहुत ही क्रूर व्यवहार किया था, उसकी मृत्यु नहीं हुई, इसलिए उसको पतमुस में भेजा। തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിയുകയും അവിടെ വെച്ച് ജീവനോടെ പുറത്തു വന്നപ്പോൾ തന്നെ വീണ്ടും പത്മോസിലേക്ക് അയക്കുന്നതാണ് ചരിത്രം പറയുന്നത്. इतिहास कहता है कि जब यूहन्ना को उबलते तेल में डाल दिया था, तो वो जीवित बाहर आया था, उसको और मार नहीं सकते थे, इसलिए उसको पतमुस में भेज दिया। ഈ കഷ്ടതകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നു, പക്ഷേ ദർശനം മങ്ങിയില്ല. ആത്മീക കണ്ണുകൾ കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞില്ല. ഒരു വലിയ ആത്മീക ദർശനമായ ഒരു വലിയ ഉണർവോടെ യോഹന്നാൻ മടങ്ങി വരികയാണ്. दर्द उसके जीवन में था, लेकिन उसकी आत्मिक आंखें बंद नहीं हुई, जबकि बंद होने के बजाय बहुत और खुलकर एक दुगना एक आशीष को, अनुग्रह को उसने पाया। നമുക്കറിയാം, വിശുദ്ധന്മാരെ നമ്മൾ ഇന്ന് പാടുന്ന ഒരുപാട് ആത്മീയ ഗാനങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. ഒരുപാട് നമ്മുടെ മലയാളത്തിലെ ഒരുപാട് പഴയ ഗാനങ്ങൾ. हम लोग जो यहाँ पे मलयालम जो गीते गाते हैं, इनके पीछे बहुत बड़ा इतिहास है। നമ്മുടെ പിതാക്കന്മാരൊക്കെ എത്രയോ കഷ്ടത്തിലൂടെ പോയപ്പോൾ പാടിയ പാട്ടുകളാണ് നാം ഇന്ന് പാടുന്നത്, അല്ലേ? जो गीत को गा रहे हैं आजकल, हमारे जो पिता थे, वो सब इसे बड़े कष्ट के समय पे गाते थे। നമ്മൾ എല്ലാം സമൃദ്ധിയിലാണ്. ഇന്നത്തെ കാലം നോക്കിയാൽ ഒരുപാട് നമ്മളെല്ലാം ഒരുപാട് ആൾക്കൂട്ട നടുവിൽ, സമൃദ്ധിയുടെ നടുവിൽ കാര്യമായ കുറവുകളൊന്നുമില്ല. അതുകൊണ്ട് ദർശനങ്ങളും ആത്മീക വിഷയങ്ങളും ഗാനങ്ങളും എല്ലാം കുറഞ്ഞു വരുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. हम लोग आज बड़ी सुविधा के बीच में है, बड़े ही आरामदायक जिंदगी बिता रहे हैं,
यही कारण है कि वो परमेश्वर का जो दर्शन है, प्रकाशन है, ये भी घटता जा रहा है। പക്ഷെ പെന്തക്കോസ്തിന്റെ പിതാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളായിരുന്നു കഠിനമായ ശോധനയിലൂടെ കടന്നുപോയി. अगर हम पेंतिकोस्त के पिताओं से पूछें कि आप लोग कैसे थे, तो वे कहेंगे कि हम बड़े कष्ट के बीच में थे। ആരുമില്ലാതെ ഏകരായി വനങ്ങളിൽ താമസിച്ചവർ, कोई नहीं था, अकेलेपन में वो जो जंगलों में, वनों में समय बिताते थे। കുടുംബത്തിന് ഭക്ഷിപ്പാനൊന്നുമില്ലാതെ ദിവസങ്ങളോളം ആഴ്ചകളോളം വിശന്ന് വലഞ്ഞവർ. परिवार को खिलाने के लिए कुछ नहीं है, दिनों हफ्तों तक वो भूखे थे। കർത്താവിനെ അറിഞ്ഞ നിമിത്തം എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് മുഴു ലോകത്തു നിന്ന് മാറി താമസിക്കേണ്ടി വന്നവർ. परमेश्वर को ग्रहण करने के कारण पूरे सबको त्याग कर उन्हें अलग अलग जीना पड़ता था। എന്നാൽ ആ സമയത്ത് അവർ ആത്മാവിൽ പാടുകയായിരുന്നു. लेकिन उस समय में भी वो आत्मा में गीतों അവർ ആത്മാവിൽ നിറയപ്പെട്ട് സ്വർഗീയ മർമ്മങ്ങൾ അവരുടെ മുമ്പിൽ സ്വർഗം വെളിപ്പെടുത്തി. आत्मा से भरकर स्वर्ग के प्रकाशन को परमेश्वर ने दिया। ആ ഗാനങ്ങളാണ് പലപ്പോഴും നാം എല്ലാം രാവിലെയും രാത്രിയുമെല്ലാം പാടി ദൈവത്തെ ആരാധിക്കുന്നത്. गीत हम लोग आजकल सुबह भोर को और शाम को गाते हैं। ഇന്ന് രാവിലെ ശ്രദ്ധിക്കണമേ, ഞെരുക്കങ്ങൾ ലോകത്തിന് ഒരുപാട് നന്മകൾ സമ്പാദിക്കുന്നു, आज भी समझे इस बात സമ്മാനിക്കുന്നു. को कि जो कष्ट है, जो सताव है, ये आगे चलकर कलीसिया को बहुत बड़ा लाभ देता है। രാവിലെ ആത്മാവിൽ പറയാമോ, യേശുവിന്റെ നാമത്തിൽ ഈ പത്മോസ് സ്ഥിതികൾ മാറും. कितने लोग कह सकते हैं कि पतमुस की जो स्थिति है बदलने ആമേൻ. ഈ പത്മോസ് ലോകത്തിന് എന്നിൽ നിന്ന് വലിയ, ഈ പത്മോസ് ഞാൻ ആയിരിക്കുമ്പോൾ ദൈവസഭ എന്നിൽ നിന്ന് വലുത് പ്രതീക്ഷിക്കുന്നു. जो पतमुस में मैं यहाँ बैठा हूँ, कलीसिया मुझसे बहुत सारी चीजें सोच रही हैं, आशा करती है। എന്നിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഒരു വെളിപ്പാട് പുസ്തകം പുറത്തേക്ക് വരണം. परमेश्वर मुझसे ये आशा करते हैं, ये सोच रहे हैं कि मेरे द्वारा एक प्रकाशित वाक्य आने वाला है। എന്റെ ഉള്ളിൽ നിന്ന് ഒരു ആത്മീക നദി ഒഴുകുവാൻ ഈ പത്മോസിൽ വെച്ച ദൈവത്തിന് പദ്ധതിയുണ്ട്. परमेश्वर का ये उपाय है, परमेश्वर का ये प्लान है कि मैं यहाँ बैठकर एक प्रकाशित वाक्य लिखने जा रहा हूँ। ഇവിടെ വെച്ച് വറ്റിപ്പോയി തീർന്നുപോയി അവസാനിച്ചു കഥ കഴിഞ്ഞു അല്ല പിന്നെയോ ഹല്ലേലൂയ. ആരംഭിക്കുന്നതാണ് പത്മോസ്. നമ്മുടെ ആരംഭത്തിന്റെ ദിനങ്ങളാണെന്ന് മറക്കരുത്. पतमुस में आकर मैं मर जाऊंगा, मेरा जीवन समाप्त हो जाएगा, ये ना सोचे प्रियो, बल्कि शुरू होने वाला है। ये बात को परमेश्वर आपसे कहना चाहता है। ആരുമില്ല, എല്ലാവരും ഉപേക്ഷിച്ചു. ഇനി ഈ ബാബിലോണിൽ അടക്കപ്പെട്ടു. ഈ ദാനിയേലിനെ കുറിച്ച് പുറം ലോകം അറിയാതെ ദാനിയേലും കൂട്ടരും ബാബിലോണിൽ അവസാനിക്കുമെന്ന് പലരും വിചാരിച്ചപ്പോൾ, ഹല്ലേലൂയ, അറിയാമോ, ലോകത്തിൽ വലിയ ഉണർവോടെ ലോകത്തിൽ വലിയ ആത്മീക മർമ്മങ്ങളെ വെളിപ്പെടുന്ന ദാനിയേലിന്റെ പുസ്തകം പോലെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് ആത്മീയ ഗ്രന്ഥങ്ങൾ ലോകത്തിലേക്ക് ഒഴുകി വരികയാണ്. बाबिलोन में दानियल को डाल दिया था, उसके साथियों को डाल दिया था। अभी कोई लौटने का कोई आशा नहीं है। अभी वहीं पे ही मरने के बाद वही गाड़ देंगे, वहीं पे सब कुछ जीवन समाप्त हो जाएगा। जबकि हम देख सकते हैं कलीसिया के लिए, कलीसिया के भविष्य के लिए, आने वाली बातों को दुनिया को बताने के लिए परमेश्वर दानियल को इस्तेमाल करता है। ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാവിലെ നമ്മുടെ കൂടെ ഒരുമിച്ചായിരിക്കുന്ന പലർക്കും ഇതേ സാക്ഷി തന്നെയാണെന്ന് എനിക്കറിയാം. ജീവിതത്തിലെ പല ഞെരുക്കങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ സമൃദ്ധിയുടെ, ആത്മിക സമൃദ്ധിയുടെ ദിനങ്ങൾ അതായിരുന്നു. मैं विश्वास करता हूँ प्रियो, आपको एक बात बताना चाहता हूँ, हमारे मध्य में ऐसे कई सारे लोग हैं जिस बात की गवाही देंगे कि कष्ट के समय में परमेश्वर ने किस तरह इस्तेमाल किया। ജീവിതത്തിന്റെ വഴികളെല്ലാം അടഞ്ഞപ്പോഴല്ലേ അന്നല്ലേ നാം ഏറ്റവും അധികം പ്രാർത്ഥിച്ചത്. जब जीवन के सभी द्वार बंद हो गए थे, कोई और द्वार खुला नहीं था, तभी हमने सबसे ज्यादा प्रार्थना की थी। ആ രാത്രിയിൽ, ആ പകലിൽ, ആ വൈകുന്നേരങ്ങളിലല്ലേ നാം അധികം ദൈവം കരഞ്ഞത്. रात में, उस सुबह को उठकर, उस दोपहर के समय हम परमेश्वर के सामने रोए थे। നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവമേ ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകുന്നു അത് വിലപിച്ചപ്പോൾ അന്നല്ലേ ദൈവാത്മ നമ്മൾ കൃത്യമായി സംസാരിച്ചത്. जब हम सोच रहे थे कि प्रभु अभी जीवन कैसे आगे बढ़ेगा, इस समय में पवित्र आत्मा ने हमसे बात की। അന്ന് ആരുമില്ലാത്ത അനുഭവങ്ങളിലല്ലേ നാം ഏറ്റവും കൂടുതൽ ദൈവവുമായി ചേർന്നിരുന്നത്. कोई हमारे साथ नहीं था, तभी हम सबसे ज्यादा परमेश्वर के साथ थे। നമ്മുടെ എല്ലാവരും സാക്ഷ്യം തന്നെയാണ്. हमारी सबकी गवाही यही है। അതെ, നമ്മെ തന്നെ ആ ദിനങ്ങളൊന്ന് ചോദ്യം ചെയ്താൽ അറിയാം, പല ഞെരുക്കങ്ങളിലൂടെയാണ് നാം ഈ വലിയ ദൈവിക സാന്നിധ്യം അനുഭവിച്ചത്. अगर हम अपने आप को देखें तो अभी यही ऐसे कष्टदायक समय थे, यही आगे चलकर हमारे लिए बहुत अनुग्रह कारण बने। ഇന്ന് രാവിലെ ആത്മാവിൽ പറയാമോ, കർത്താവേ, ഇപ്പോൾ നാം ആർക്ക് ഞെരുക്കങ്ങളിൽ നാം പുറത്തേക്ക് വരും. प्रियो परमेश्वर बोले, प्रभु ये जो कष्ट समय अभी चल रहा है, ये हटने वाला। നിരാശയോടെ അല്ല, കയ്യിൽ വെളിപ്പാട് പുസ്തകവുമായി. अभी निराशा के साथ नहीं, बल्कि हार्द प्रकाशित किताब हो रहे हैं। ആമേൻ. നമ്മുടെ ജീവിതം ഒരുപാട് നന്മകളുമായി, बहुत अनुग्रह के साथ, ആമേൻ, നാം ഉണർവോടെ മടങ്ങി വരും. बहुत ही बेदारी के बीच में हम परमेश्वर के पास वापस आए। ഞാൻ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. परमेश्वर ने आज हमें वचन दिया, उसको हम दोबारा पढ़ें। ക്രിസ്തുവിന്റെ സാക്ഷി നിമിത്തം യോഹന്നാൻ പത്മോസിലായിരുന്നു. गवाही के कारण यूहन्ना पतमुस में। ഈ സാക്ഷ്യം പത്മോസിൽ ഒതുക്കി വെക്കേണ്ട ഒരു സാക്ഷ്യമല്ലായിരുന്നു. ये जो
गवाही है ये पतमुस टापू के अंदर ही सीमित नहीं रखने वाली। ആമേൻ. ആരുമില്ലാത്തിടത്ത് സാക്ഷ്യം പറയേണ്ട പത്രോസിന് എന്താ കാര്യം? സോറി, യോഹന്നാൻ എന്താ കാര്യം? यूहन्ना को क्या ऐसा लाभ है कि जहाँ कोई नहीं है वहां पर गवाही देने का क्या लाभ है? മുഴു ലോകത്തോടും സുവിശേഷം പറയേണ്ട യോഹന്നാൻ, ആരുമില്ലാത്ത ഒരു മനുഷ്യമില്ലാത്ത പത്മോസിൽ യോഹന്നാനെ, നിനക്ക് അവിടെ എന്താണ് കാര്യം? तो पूरी दुनिया को उसको सुसमाचार बांटने की जिम्मेदारी थी, तो पतमुस में क्यों, जहाँ पे कोई व्यक्ति नहीं है वहां पे यूहन्ना क्या कर रहा है? ഏകദേശം ഒരു വർഷം യോഹന്നാൻ പത്മോസിലായിരുന്നു. करीब 1 वर्ष पतमुस टापू में यूहन्ना। പലപ്പോഴും ചിന്തിക്കും, കർത്താവ്, ഈ ഒരു വർഷം യോഹന്നാൻ ജെറുസലേമിലോ അല്ലെങ്കിൽ എഫെസോസിലോ ഏഷ്യ മൈനറിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് സഭകൾ സ്ഥാപിച്ചേനെ. अगर हम देखें तो अगर ये यूहन्ना अगर पतमुस के बजाय यरूशलेम और एफेसस में होता तो कितनी कलीसिया की स्थापना कर लेता। നമ്മൾ ചിന്തിക്കുന്ന ദൈവമേ, ആ ഒരു വർഷം യോഹന്നാന്റെ പരാജയത്തിന്റെ വർഷമായിരുന്നു. लेकिन हम सोचते हैं कि यूहन्ना का जो 1 वर्ष था ये उसके लिए एक पराजय का 1 वर्ष था, अगर ऐसा हम सोचते हैं। എന്നാൽ മുഴുവൻ ക്രിസ്തീയ ലോകവും ആമേൻ പറയുമല്ല, ആ ഒരു വർഷമായിരുന്നു ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം. लेकिन कलीसिया एक बात कहेगी कि नहीं, ये 1 वर्ष, यही 1 वर्ष है कि वो परमेश्वर के प्रकाशन हमने सुना। രാവിലെ ആത്മാവ് പറയാമോ, പലപ്പോഴും രോഗത്താലും ക്ഷീണത്താലും ഏകാന്തതയിൽ ഒറ്റപ്പെട്ട് ആരുമില്ലാതെ നീ കഴിയുകയാണോ? ആത്മാവിൽ പറയാം, കർത്താവേ, വലിയ ദർശനങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. परमेश्वर अगर आप कष्ट के समय में चल रहे हैं, दुख के समय चल रहे हैं, तो परमेश्वर से वो प्रकाशन मुझे आप दे। ഈ ഏകാന്തകൾ നമ്മുടെ അവസാനമല്ല. ये जो अकेलापन है ये हमारे लिए अंत का समय नहीं। ശുശ്രൂഷയിൽ നീ പരാജയമായത് കൊണ്ടല്ല നീ ആ ഗ്രാമത്തിൽ ഏകാന്തതയിലായിരിക്കുന്നത്. ये आपकी सुसमाचार का, आपकी सेवा का हमें ये पराजय नहीं है कि आप उस गांव में अकेले हैं। പത്മോസിൽ നിന്ന് അടുത്തൊരു ദ്വീപിലേക്കല്ല നിന്റെ യാത്ര. पतमुस के बाद आप कोई और द्वीप में नहीं जाएंगे। ആമേൻ. നീ മടങ്ങി എഫെസോസിലേക്ക് വരും. आप वापस मुड़कर एफेसस में आएंगे। എഫെസോസിൽ വലിയ ആത്മീയ ഉണർവോടെ നീ ശുശ്രൂഷിക്കും. एफेसस में बड़ी ही बेदारी के साथ आप सेवा करेंगे। നിനക്ക് ലഭ്യമായ വെളിപ്പാടുകൾ ലോകത്തിന് ദൈവസഭയെ ഉണർത്തും. जो प्रकाशन परमेश्वर ने आपको दिया है वो कलीसिया को जगाएगा। ആമേൻ. ദൈവസഭയ്ക്ക് കൊടുക്കേണ്ട അമൂല്യമായ ആമേൻ സ്വർഗീയ സമ്മാനവുമായി നീ പത്മോസിൽ നിന്ന് മടങ്ങി എഫെസോസിലേക്ക് മടങ്ങി വരും. कलीसिया को देने के लिए एक बहुत बड़ा उपहार के साथ आप एफेसस में वापस आएंगे। നിനക്ക് ദൈവം വെളിപ്പാട് തരുന്നുണ്ടോ? ഇതിന്റെ അർത്ഥം നിനക്കൊരു മടങ്ങി വരവുണ്ടെന്നുള്ളതാണ്. अगर परमेश्वर आपको एक प्रकाशन देता है तो इसका मतलब ये है कि आप वापस आ रहे हैं, लौट के आ रहे हैं। നീ ഏകാന്തതയായിരിക്കുമ്പോൾ നിനക്ക് പ്രാർത്ഥനയില്ല, ദൈവമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ അത് അപകടമാണെന്ന് മനസ്സിലാക്കണം. अगर आप अकेले हैं तो अगर आप प्रार्थना में नहीं है, परमेश्वर के पास नहीं है, तो ये बड़ी दुर्घटना की बात है। ജീവിതത്തിലെ കഷ്ടങ്ങളിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല, ദൈവത്തിന്റെ മുഖം കാണുവാൻ നോക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ലേ, അത് വലിയ ദുരന്തമായി മാറും. अगर प्रिय आप अकेले हैं तो आप परमेश्वर के पास नहीं आ रहे हैं, ये बहुत बड़ी दुर्घटना की बात है। എന്നാൽ പത്മോസിലും നിന്റെ കണ്ണുകൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിയാൽ, പ്രാർത്ഥനയോടെ നീ ആയിരുന്നാൽ നിനക്കൊരു മടങ്ങി വരവുണ്ടെന്നാണ് അർത്ഥം. अगर पतमुस में खड़े होकर आप स्वर्ग की तरफ देखेंगे, आंखों खोलकर देखेंगे, तो आपका लौटना एफेसस में वापस तय है। ആമേൻ. ശുശ്രൂഷയിൽ വലിയ ഉണർവ് വരുവാൻ പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. इसके पीछे कारण ये है कि आपकी सेवा में बहुत बड़ी बेदारी आने वाली है। ഹല്ലേലൂയ. हालेलुया। രാവിലെ ആത്മാവിൽ വളരെ സന്തോഷത്തോടെ ഞങ്ങളായിരിക്കുന്നു പലപ്പോഴും പല ഞെരുക്കങ്ങൾ, പുറത്തിറങ്ങാൻ കഴിയാത്ത അനുഭവങ്ങൾ, സുവിശേഷ നിമിത്തം ഞെരുക്കങ്ങൾ സഹിക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ ദിനങ്ങൾ മാറും. ഈ ഞെരുക്കങ്ങൾ വലിയ വരുവാൻ പോകുന്ന ശുശ്രൂഷയുടെ വലിയ ഉണർവിന്റെ ഭാവിയുടെ ലക്ഷണമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. अभी यहाँ पे जो समय है, जो स्थिति है, हमारे लिए ये सेवा सुसमाचार प्रचार का पूरी आजादी नहीं है, लेकिन जो हम एक बात जानते हैं, आगे चलकर यही चीजें, यही समय हमारे लिए एक बेदारी का कारण बनने जा रहा है। ആമേൻ. പത്മോസ് നമ്മുടെ മരണത്തിന്റെ ഇടമല്ല. ये पतमोस हमारे लिए मौत का स्थान नहीं है। ആമേൻ. നിശ്ചയമായും ഇത് ജീവൻ വെളിപ്പെടുന്ന ഇടമാണ്. ये हमारे लिए जीवन को प्रकट करने वाला एक स्थान है। ആമേൻ. നമ്മെ സാക്ഷ്യത്തിനായി ദൈവം വിളിച്ചാൽ നിശ്ചയമായും നമ്മ എഫെസോസിൽ മടങ്ങി വരും. अगर परमेश्वर ने हमें गवाह बनने के लिए बुलाया है तो हम निश्चित हम एफेसस से वापस आए। ആമേൻ. ഒരു വർഷം നീ ആമേൻ ഇപ്പോൾ മിണ്ടാതിരിക്കുക ശരിയാ, പക്ഷേ ആമേൻ നീ ലോകത്തോട് ആമേൻ തുറന്ന് സംസാരിപ്പാൻ പോകുകയാ. 1 साल अगर आप चुपचाप बैठे हैं तो प्रियो, आप अभी आने वाले सालों में, आने वाले दिनों में आप कई लोगों से बात करने जा रहे हैं। അല്ലേ? നാം ഓർത്ത് നോക്കിക്കേ, ആമേൻ. ഒരു വർഷം യോഹന്നാൻ മിണ്ടാതിരുന്നു ആമേൻ ഇവിടെ പത്മോസിൽ, പക്ഷേ ഇന്നും യോഹന്നാൻ ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. हम देख सकते हैं 1 वर्ष पतमुस के टापू में यूहन्ना किसी से बात नहीं किया, लेकिन प्रियो आज भी अगर हम देखें तो यूहन्ना हमसे बात कर रहा है। അത് നമുക്കറിയാം. പത്മോസിൽ വന്ന അന്ന് മുതൽ സഭ എന്ന് വരെ ഭൂമിയിൽ ഉണ്ടാകുമോ അന്ന് വരെ യോഹന്നാൻ ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാ. हम यहाँ देख सकते हैं पतमुस में वो अकेला था, लेकिन निकलने के बाद
तब से लेकर जब तक कलीसिया रहेगी तब तक यूहन्ना हमसे बात करता है। അപ്പോൾ ഒരു വർഷം യോഹന്നാന്റെ പരാജയത്തിന്റെ വർഷമല്ലായിരുന്നു. तो एक वर्ष जो यूहन्ना का था वो पराजय का वर्ष नहीं था। ആ ഒരു വർഷം ലോകത്തിൽ സംസാരിച്ച് നടന്ന ഒരുപാട് പേരിൽ അവരൊക്കെ അന്ന് അവരുടെ സംസാരം നിർത്തി. ആമേൻ. അവർ എന്നോ മൺമറഞ്ഞു. പക്ഷേ ഹല്ലേലൂയ, ആമേൻ, ക്രിസ്തുവിന്റെ സാക്ഷി നിമിത്തം പത്മോസിൽ മിണ്ടാതിരുന്ന യോഹന്നാൻ ഇന്നും ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. हम देख सकते हैं जब पतमुस में जब यूहन्ना था एक वर्ष, तब यहाँ पे कई सारे लोग थे जो बोल रहे थे, वे सब बोल के शांत हो गए, लेकिन हम आज भी यूहन्ना हमसे बात कर रहा है। ദൈവത്തിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം ആമേൻ നിനക്ക് വലിയ സന്ദേശമുണ്ട്. परमेश्वर की उपस्थिति में आप बैठे हैं, परमेश्वर के समय में आप जो शांत है, तो परमेश्वर आपको इस्तेमाल करने जा रहा है। പത്മോസിനൊക്കെ പറയാം, ആത്മാവ് ഇതിന്റെ ഉണർവിന്റെ ഇടമാണ്. पतमुस को देखकर बोले, प्रभु ये पतमुस मेरे लिए एक बेदारी का स्थान, എന്റെ മുമ്പിൽ സ്വർഗം തുറക്കുവാൻ പോകുന്നു. मेरे सामने स्वर्ग खुलने जा रहा है। ആമേൻ. ഞാൻ യേശുവുമായി സംസാരിക്കുവാൻ मैं പോകുന്നു. प्रभु से बात करने जा रहा हूँ, ഞാൻ സ്വർഗത്തിലൂടെ യാത്ര ചെയ്യുവാൻ मैं പോകുന്നു. स्वर्ग से यात्रा करने जा रहा हूँ, ആമേൻ. ദൂതന്മാരുമായി ഞാൻ കൂട്ടായ്മ ആചരിപ്പാൻ मैं പോകുന്നു. दूतों के साथ संगति करने जा रहा हूँ, बात करने जा रहा हूँ। ആരും കാണാതിരുന്ന കാര്യങ്ങൾ ഞാൻ കാണുവാൻ പോകുന്നു. जो किसी ने भी नहीं देखा वो मैं देखने जा रहा हूँ। ഇതെന്റെ ഉണർവിന്റെ ഇടമാണ്. ये मेरे लिए एक बेदारी का समय है। ഹല്ലേലൂയ. हालेलुया। ഞെരുക്കത്തെ നോക്കി വിളിച്ചു പറയാമോ? ഹല്ലേലൂയ, ഇതെന്റെ സമൃദ്ധിയുടെ ഇടമാണ്. मैं कष्ट को देखकर बोले, प्रिय ये मेरे लिए आशीष का समय है। ബാബുലോൺ നമ്മുടെ ശുശ്രൂഷ അവസാനമല്ല, പിന്നെ ശുശ്രൂഷ ആരംഭ ദിനമാണ്. बाबिलोन हमारे लिए अंत का दिन नहीं है, हमारी शुरुआत का दिन है। അത് പലപ്പോഴും നീ ആരോടും സംസാരിക്കരുത്, മിണ്ടരുതെന്ന് ലോകം നമ്മോട് പറയുമ്പോൾ ആമേ നാം അല്പസമയത്തേക്ക് സൈലന്റ് ആയിരുന്നാലും ആമേ അതിനുശേഷം നമ്മുടെ സമയമുണ്ട്, നാം നമ്മുടെ അധരം തുറക്കുന്ന സമയമായിരിക്കും. संसार हमसे कहता है कि शांत रहो, किसी से बात मत करो, और आप कुछ दिनों के लिए शांत रहते हैं, तो ये बात समझे, आने वाले दिनों में परमेश्वर आपको बोलने के लिए इस्तेमाल करने जा रहा है। ആത്മാവിൽ നിറയപ്പെട്ട യോഹന്നാന്റെ വായടയ്ക്കുവാൻ ആർക്ക് കഴിയും? जो आत्मा से भरा हुआ यूहन्ना है, उसके मुंह को कौन बंद कर सकता है? യോഹന്നാനെ നിന്റെ അധരത്തെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. यूहन्ना तुम्हारे मुंह को कोई बंद नहीं कर सकता। നീ ലോകത്തോട് സംസാരിച്ച് തുടങ്ങുവാൻ പോകുകയാ. यूहन्ना तू बोलना शुरू करने जा रहा है। ഇതുവരെയും ആരും പറയാതിരുന്ന കാര്യങ്ങൾ നീ പറയും. अभी तक जिसने बोला नहीं वो बात तुम बोलने जा रहे നീ ഇനി ഒന്നും കാണരുതെന്ന് പറഞ്ഞ് യോഹന്നാന്റെ കണ്ണുകൾ അടപ്പാൻ ശ്രമിച്ചാൽ ആ കണ്ണുകളെ ആർക്കടപ്പാൻ കഴിയും? കാരണം ആത്മാവിൽ സ്വർഗം കണ്ണുകൾ തുറക്കുകയാ. जो आंखें बंद करने के लिए पतमुस टापू में भेजा था, प्रियो वो आंखों को आत्मिक आंखों खोलने के लिए ആരും കാണാതിരുന്ന കാഴ്ചകൾ किसी ने भी ना देखा हुआ है। ഒരു കണ്ണുകളുടെ മുമ്പിൽ ആമേൻ വെളിപ്പെടാതിരുന്ന സ്വർഗീയ മർമ്മങ്ങൾ തുറന്നു കാണിക്കുന്നു. किसी के भी आंखों में ना आया हुआ ऐसा स्वर्ग का दर्शन യേശുവിന്റെ നാമത്തിൽ वो यीशु मसीह के नाम। രാവിലെ പറയാമോ? ഹല്ലേലൂയ, ആമേൻ. ഞാൻ ദർശനം കാണുന്നവൻ. तो लोग कह सकते हैं मैं दर्शन देखने जा ഞാൻ रहा हूँ, ഒരുപാട് കാര്യങ്ങൾ കാണുവാൻ പോകുന്നു. मैं कई सारी चीजों को देखने जा रहा ഈ हूँ, ഞെരുക്കങ്ങളിൽ ഞാൻ ഒരുപാട് വിഷയങ്ങൾ കേൾക്കുവാൻ പോകുന്നു. मैं कष्ट के समय में कई सारी चीजें सुनने जा रहा हूँ। ആമേൻ. ഈ പത്മോസ് യോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. पतमुस के लिए परमेश्वर को धन्यवाद करता हूँ। ഏകാന്ത ദിനങ്ങളിൽ ഞാൻ ഒരുപാട് ദർശനം കാണും. अकेलेपन के में मैं कई सारे दर्शन को देखने ആമേൻ. जा रहा हूँ। ഇതിനുശേഷം എനിക്കൊരു മടങ്ങി വരവുണ്ട്. उसके बाद मेरे लिए लौटने का एक समय है। ആമേൻ. ഞാൻ അന്ന് പറയും, ഞാൻ പത്മോസിൽ ആയിരുന്നു. तब मैं कहूंगा मैं पतमुस में था। അല്ലെ? ഇപ്പോൾ യോഹന്നാൻ പറഞ്ഞ ശബ്ദം കേട്ടോ, ഞാൻ പത്മോസിൽ ആയിരുന്നു. अभी यहाँ हम देखते हैं पतमुस, यूहन्ना कहता है मैं पतमुस में था। ആമേൻ. ഈ പത്മോസ് ദിനങ്ങളെ ആമേൻ അത് കഴിഞ്ഞ പാസ്റ്റായി കഴിഞ്ഞ ദിനമായി കണ്ടിട്ട് ഇന്ന് പറയുന്നു ഹല്ലേലൂയ. ഓ ആമേൻ. ഇന്ന് രാവിലെ ശ്രദ്ധയോടെ കേൾക്കണമേ. ആമേൻ. ഒരു നല്ല ഭാവി ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. प्रियो, अगर हम कहते हैं कि मैं पतमुस में था, तो प्रियो हमारे लिए एक अच्छा भविष्य परमेश्वर देने जा रहा है। ഞാൻ പുറത്തേക്ക് ഇറങ്ങും. मैं वापस आने वाला ഞാൻ പരസ്യമായി സംസാരിക്കും. हूँ, मैं प्रचार करने जा रहा ഞാൻ हूँ। ആത്മാവിൽ നിന്ന് സംസാരിക്കും. आत्मा में भर के हम प्रचार करें। ആരും പറയാത്ത സന്ദേശം നാം പറയും. कोई ना बोलने वाला प्रचार हम करें। ആമേൻ. ആരും കേൾക്കാത്ത കാര്യങ്ങൾ നാം കേൾക്കും. कोई ना सुने हुए बात को हम सुनने जा रहे हैं। ആമേൻ. മുഴു ലോകവും നമ്മുടെ തിരിച്ചുവരവിനെ കാത്തിരിക്കുന്നു. पूरा दुनिया हमारे लौटने का इंतजार कर रही है। എഫെസോസിലേക്ക് യോഹന്നാന്റെ ആ വരവിനെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. एफेसुस में यूहन्ना का लौटने के बाद को मैं कहना चाहूंगा। ആമേൻ. എഫെസോസ് ആമേൻ ഏഷ്യ മൈനറിലെ പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു. एशिया माइनर का सबसे मुख्य शहर में से एक था एफेसुस। ഒരുപാട് ധനവാന്മാർ പാർത്തിരുന്ന പട്ടണം. कई सारे धनवान यहाँ रहते थे एफेसुस में। എഫെസോസ് ചരിത്രം പഠിച്ചാൽ ഒരു വലിയ ആമേൻ ചരിത്രമുള്ള ഇടമാണ് ഈ എഫെസോസ്. एफेसुस का अगर इतिहास पढ़े तो ये बहुत बड़ी इतिहास है। അവിടേക്ക് ഇത് ഏകദേശം 96 വയസ്സുള്ള ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ നടന്നു വരികയാ. वहाँ पे एक 96 96 साल का एक व्यक्ति वापस चलकर आ रहा है। ഏകദേശം 100 വർഷത്തിനടുത്തൊരു പിതാവ് നടന്നു വരുന്നു. करीब 100 साल का एक पिता वहाँ पे चल के आ रहा है। ആമേൻ. അദ്ദേഹത്തിന്റെ വരവിനെ ശ്രദ്ധയോടെ നോക്കിയാൽ अगर उसके जो चलने को, अगर वो लौटने के उस
समय को देखें तो വലിയ ആത്മിക നിറവോടെ മനുഷ്യൻ വരികയാണ്. बहुत ही आत्मिक बेदारी के साथ वो वापस आ रहा है। രാവിലെ യോഹന്നാനെ വിളിക്കുമ്പോൾ ചോദിച്ചാൽ യോഹന്നാൻ പറയും ഞാൻ വരുന്നത് പത്മോസിൽ നിന്നാണ്. अगर यूहन्ना से पूछे यूहन्ना कहाँ से आ रहे हो, तो यूहन्ना कहेगा मैं पतमुस से आ रहा അങ്ങനെ അനുഭവങ്ങൾ ഓരോന്നോരോന്നായി പറയുമ്പോൾ हूँ। अगर वो अपने अनुभवों को एक एक करके बोलेगा അത് കേൾക്കുവാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കാതോർത്തിരിക്കുന്നു. उसके उस बातों को सुनने के लिए हजारों लाखों लोग इंतजार कर रहे हैं। ആരും പറയാതിരുന്ന ഭാഷകൾ യോഹന്നാൻ സംസാരിക്കുന്നു. कोई ना भाषा ना बोलने वाला भाषा को यूहन्ना बोल रहा है। ഇതുവരെ ആരും കേൾക്കാതിരുന്ന സന്ദേശം യോഹന്നാൻ പറയുന്നു. अभी तक जिसने भी नहीं सुना वो संदेश यूहन्ना कहने जा रहा എഫെസോസിന്റെ ചരിത്രം മാറുകയാ. है। एफेसुस का इतिहास बदलने जा रहा है। ഹല്ലേലൂയ. आमीन। നാം മടങ്ങി വരും, हम लौटने जा रहे हैं, നാം മടങ്ങി വരും. हम लौटेंगे। രാവിലെ ആത്മാവിൽ പറയാമോ ഏകാന്തതകൾ മാറി നാം മടങ്ങി വരും. कितने लोग कह सकते हैं अकेलापन हटने वाला है। നാം എഫെസോസിൽ വലിയ ആത്മീയ ഉണർവ് നമ്മിലൂടെ വെളിപ്പെടും. एफेसुस में बहुत बड़ी बेदारी हमारे द्वारा होने वाली है। സാരമില്ല, ഒരു വർഷത്തെ ഏകാന്തത, അതിനുശേഷം ഒരു മടങ്ങി വരവുണ്ട്. एक साल का अकेलापन, उसके बाद एक लौटना है। നിന്റെ കയ്യിലുള്ള ചുരുളുകൾ വായിപ്പാൻ വേണ്ടി ലോകം കാത്തിരിക്കുന്നു. आपके हाथ की लिखी हुई चीजें पढ़ने के लिए दुनिया इंतजार कर रही है। നീ ബലഹീന കരം കൊണ്ട് അവിടെ വെച്ച് എഴുതിയ ചുരുളുകൾ ധ്യാനത്തോടെ ശ്രദ്ധയോടെ വായിക്കുന്ന മുഴു ലോകത്തെയും ഇത് രാവിലെ ആത്മാവിൽ കണ്ടാൽ രാവിലെ പറയാമോ കർത്താവേ നന്ദി അപ്പാ ഈ പത്മോസിനായി ഇതിന് ശേഷം എനിക്കൊരു മടങ്ങി വരവുണ്ടല്ലോ. बलहीनता का समय आपने जो लिखा था उस बात को दुनिया सुनना चाहती है। अगर आप ऐसा देख रहे हैं तो परमेश्वर को धन्यवाद करें। ഹല്ലേലൂയ, आमीन। ഹല്ലേലൂയ. आमीन। അഭിഷിക്തന്മാർ ലോകത്തിലെ പ്രസിദ്ധരാണെന്ന് മറക്കരുത്. अभिषिक्त जो जन है वो इस दुनिया के एक प्रसिद्ध जन है। ആത്മാവിനാൽ നിറയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ ദൈവസഭയ്ക്ക് ഒരു നന്മയാണ്. आत्मा से भरे हुए लोगों में आपसे कहना चाहता हूँ आप कलीसिया के लिए एक आशीष है। ആത്മാവിൽ സംസാരിക്കുന്നവരാണ് ദൈവസഭയുടെ അസറ്റ്. जो आत्मिक तौर से जो बातें करते हैं वे कलीसिया के लिए भविष्य है। ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. നാം ഒരു മടങ്ങി വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടവരാണ്. हमें एक लौटने के लिए बुलाया गया है। പത്മോസിൽ നമ്മുടെ ജീവിതം അവസാനിക്കുകയില്ല. इससे हमारा जीवन समाप्त नहीं होगा। വീണ്ടും ഒരു മടങ്ങി വരവ്. एक वापस लौटना हमारे जीवन में है। ഹല്ലേലൂയ. आमीन। വെളിപ്പാട് പുസ്തകവും ദാനിയേലിന്റെ പുസ്തകവും प्रकाश वाक्य और दानियेल की किताब എഴുതിയവർ സമൃദ്ധിയിലോ കൊട്ടാരത്തിൽ എഴുതിയവരല്ല. जो लिखे थे वे कोई राजमहल में नहीं लिखे, ഏകാന്തതയിൽ ഞെരുക്കത്തിലായിരുന്നു. जब वे अकेले और कष्ट में थे तब लिखे। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ഈ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ വലിയ സമൃദ്ധി പുറത്തേക്ക് ये വരട്ടെ. कष्ट के बीच में चलने से परमेश्वर हमारा इस्तेमाल करेगा। നമ്മുടെ അനേക വെളിപ്പാടുകൾ कई ഉണ്ടാകട്ടെ. सारे प्रकाशन आने पाए। നീ അർദ്ധരാത്രിയിൽ പാതിരാത്രിയിൽ പ്രാർത്ഥിക്കുന്നിടങ്ങൾ അസ്വർഗീയ ദർശനങ്ങളുടെ മർമ്മങ്ങളെ സ്വർഗം തുറക്കുകയാ. कलीसिया आपके लिए जो जो अगर आप अकेले हैं तो उस वर्ग आपके लिए बहुत प्रकाशन खोलने जा रहा है। ഒരുപാട് ആത്മീയ മർമ്മങ്ങൾ എന്ന ലോകത്തോട് कई സംസാരിക്കും. सारे प्रकाशन आप कहने जा रहे हैं। സാക്ഷി നിമിത്തം യോഹന്നാൻ പത്മോസ്, गवाही के कारण पतमुस टापू में യോഹന്നാൻ പത്മോസിൽ यूहन्ना पतमुस में അവിടെ വെച്ച് എഴുതി അവസാനിപ്പിച്ചില്ല, അവിടെ വെച്ച് എഴുതി ആരംഭിക്കുകയായിരുന്നു. वहां लिखकर समाप्त नहीं किया बल्कि वहां से उसने शुरू किया। ജീവൻ അവിടെ അവസാനിച്ചില്ല, അവിടെ ആരംഭിക്കുകയായിരുന്നു. वहां जीवन समाप्त नहीं हुआ बल्कि जीवन वहां शुरू हुआ। പത്മോസിനെ നോക്കി പറയാം കർത്താവേ നന്ദി അപ്പാ പത്മോസിനായി, पतमुस को देखकर परमेश्वर को धन्यवाद। ഈ ഞെരുക്കത്തിനായി നന്ദി അപ്പാ, ये इस कष्ट के लिए धन्यवाद, ഏകാന്തതയ്ക്കായി നന്ദി. अकेलेपन के लिए धन्यवाद। ലോകം പറയും അത് മരണത്തിന്റെ സ്ഥലം, പക്ഷെ നാം പറയും അത് ജീവൻ പ്രാപിക്കുന്നിടങ്ങൾ. दुनिया कहेगी कि ये एक मौत का जगह है, जबकि हम कहेंगे एक जीवन का जगह है। ഡൊമിഷ്യന്റെ രീതി അനുസരിച്ച് അത് മരണത്തിന്റെ സ്ഥലമാണ് പത്മോസ് ദ്വീപ്. पद्म अगर डोमिशन कैसल की तरह सोचे तो वो एक मौत का स्थान है, पद्मस का स्थान। എന്നാൽ അഭിഷിക്തന്മാരുടെ സ്വർഗത്തിന്റെ കവാടമേ മാറ്റുകയാണ്. लेकिन वो जो अभिषेक जनों के लिए एक स्वर्ग का द्वार के ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमको सहायता करे। വിളിച്ചു പറയാം നിശ്ചയമായും ദൈവത്തിന്റെ വലിയ മർമ്മങ്ങൾ വെളിപ്പെടുവാൻ പോകുന്നു. तो परमेश्वर उससे बोले तो आप मुझे प्रकाशन देने जा रहे हैं, धन्यवाद। അത് എന്നിലൂടെ നമ്മിലൂടെ വെളിപ്പെടും. हमारे द्वारा वो प्रकट होने वाला है। എഫെസോസ് നമ്മെ കാത്തിരിക്കുന്നു. पतमुस हमारा इंतजार कर रहा है। നിശ്ചയമായും പത്മോസ് ശേഷം ഒരു എഫെസോസ് ഉണ്ട്. पतमुस के बाद जरूर एक एफेसुस आने वाला है। നാം മടങ്ങി വരും, हम आने वाले हैं, लौट रहे हैं, ഉണർവോടെ മടങ്ങി വരും. हम वापस जल्दी आएंगे। ആ മടങ്ങി വരവിൽ എഫെസോസിലും ഏഷ്യാമാനിലും ഉണർവുണ്ടാകും. हम जब लौटेंगे तो एफेसुस में और एशिया माइनर में बेदारी आएगी। ലോകം നമ്മെ കാത്തിരിക്കുന്നു. दुनिया हमारा इंतजार कर रही है। ഈ സാക്ഷ്യം അവിടെ വെച്ച് അവസാനിച്ചു എന്നല്ല, അവിടെ വെച്ച് ആരംഭിക്കുകയാണ്. गवाही वहां चलकर समाप्त नहीं हुई, जब ദൈവം നമ്മളെ സഹായിക്കട്ടെ. शुरू हुई। परमेश्वर हमें सहायता करे। God bless you all. परमेश्वर आपको सहायता Praise the Lord. करे। Amen.